ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുപോഡ്സ്. മക്കളെ, നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് 1 to 9 +1 കമ്പ്യൂട്ടർ സയൻസിന്റെ ക്രിസ്മസ് എക്സാം നാളെയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചാപ്റ്റർ 1 to 9 ഒരു ഫൈനൽ ടച്ച് അടിക്കാം അല്ല. ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1 ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്. എടാ, ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നും നോക്കരുത്, ഒരു ഡൗട്ട് അടിക്കരുത്. ദാറ്റ് ഈസ് കോൾഡ് അലൻ ട്യൂറിംഗ് ആണ് അല്ല. മോഡേൺ എന്നുള്ള ഒരു വാക്ക് കണ്ടാൽ അലൻ ട്യൂറിംഗ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസ് ഓഫ് മായൻ നമ്പർ സിസ്റ്റം? മായൻ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്താ? ബേസ് ഈസ് 20 ആണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ് ആണ്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് ക്വിക്കായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാന്നുള്ളൂ. ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് വൺ ഹ്യൂമൻ ആർക്കിടെക്ചർ. ഈ ഡയഗ്രാം ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇൻപുട്ട് യൂണിറ്റ് CPU, ദെൻ ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലെ. CPUന്റെ ഉള്ളിൽ തന്നെ, ആ ബോക്സിന്റെ ഉള്ളിൽ തന്നെയാണ് മെമ്മറി യൂണിറ്റ് ഉണ്ടാവുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദെൻ മാച്ച് ദ ഫോളോയിങ്. ഫസ്റ്റ് ജനറേഷൻ ഏതാ? വാക്വം ട്യൂബ്സ് ആണ്. സെക്കൻഡ് ജനറേഷനിലെ ഏതാ? ഐസ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് അല്ലെ. സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റർ ആണ്. തേർഡ് ജനറേഷൻ IC ചിപ്പുകളാണ്. ഫോർത്ത് ജനറേഷനിലെ മൈക്രോ പ്രോസസർ ആണ്. അതും എല്ലാവർക്കും സെറ്റാണ്. യെസ്, കം ടു സെക്കൻഡ് സെക്ഷൻ. ഡിസ്കസ് ദ അബാക്കസ് ആണ്. അബാക്കസ് എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയൻസ് കണ്ടുപിടിച്ച അല്ലെ കൗണ്ടിങ് ഫ്രെയിം ആണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റിംഗ് ബോർഡാണ്. കാൽക്കുലേറ്റിംഗ് ബോർഡാണ്, അല്ലെങ്കിൽ അരിത്തമെറ്റിക് കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടി ഈ മെസപ്പൊട്ടോമിയൻസ് കണ്ടുപിടിച്ച ടെക്നിക്കാണ്. ദെൻ കം ടു നെക്സ്റ്റ് വൺ, കമ്പയർ എനി 2 ജനറേഷൻ ചോദിക്കും. അപ്പൊ 2 ജനറേഷൻ എന്ന് പറഞ്ഞാൽ 1G 2G 3G 4G 5G ഏതെങ്കിലും 2 ജനറേഷൻ ഇതാ. വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റർ, IC, മൈക്രോ പ്രൊസസർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്നാ പോവാം ചാപ്റ്റർ നമ്പർ 2. ചാപ്റ്റർ നമ്പർ 2 ഡാറ്റ റെപ്രസെന്റേഷൻ ബൂലിയൻ ആൾജിബ്രയിൽ ഒരുപാട് സെക്ഷൻസ് ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് 1011 എന്ന് പറഞ്ഞാൽ ഏത് നമ്പേഴ്സ്? നമ്പർ കൺവേർഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, ഇത് ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ എന്താ വരിക? യെസ്, 1248 ഓർത്ത് വെക്കുമ്പോൾ 11 ആണ് ഇതിന് ആൻസർ അല്ല. 11 ആണ്. നെക്സ്റ്റ്, ആസ്കിയുടെ ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് ആണ്. കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം പിക്ക് ഓഡ് വൺ ഔട്ട് ആണ്. ആസ്കി, ഇസ്കി, എബ്സിഡിക്, യൂണിക്കോഡ്. എന്താ ഫുൾ ഫോം? എന്താ? എല്ലാത്തിനും ഫുൾ ഫോം അറിയാം, പക്ഷെ ആസ്കി എത്ര ബിറ്റാ? 8 ബിറ്റ് ആണ്. ഇസ്കി 8 ബിറ്റ് ആണ്. എബ്സിഡിക് 8 ബിറ്റ് ആണ്. യൂണിക്കോഡ് 16 ബിറ്റ് ആണ്. അപ്പൊ ആൻസർ ഈസ് യൂണിക്കോഡ് ഈസ് ദ കറക്റ്റ് ആൻസർ. റെഡി, പോവാം. നെക്സ്റ്റ് വൺ, വൺസ് കോംപ്ലിമെന്റ് ഓഫ് -17. വൺസ് കോംപ്ലിമെന്റ് കാണണമെങ്കിൽ ആദ്യം ബൈനറി കാണണം. അപ്പൊ ബൈനറി ഓഫ് 17 ഓർത്ത് വെക്കണം. 10001 ആണ്. 1 2 4 8 16. അപ്പൊ 16 + 1 17 ആണ് അല്ലെ. ഈ 17 ഒരു 8 ബിറ്റിലേക്ക് മാറ്റുമ്പോൾ ഇത് 5 ആണ്. 6 7 8. അപ്പൊ ഇതിന് വൺസ് കോംപ്ലിമെന്റ് ആണ്. 0നെ 1 ആക്കുക, 1നെ 0 ആക്കുമ്പോൾ ആൻസർ ഈസ് 1110. ടാസ്ക് ഈസ് ഓവർ. സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് ആൻസർ. പിക്ക് ഓഡ് വൺ ഔട്ട്സ് 2 രീതിയിൽ നമ്മളെ എക്സ്പ്ലനേഷൻ അനുസരിച്ചാണ്. ആൻഡ്, ഓർ, നോട്ട്, നാൻഡ് ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ നോട്ടാണ് ആൻസർ വരിക, കാരണം അത് ബേസിക് ഗേറ്റ്സ് അല്ല. 2 ഇൻപുട്ടാണ് ബാക്കിയെല്ലാം. ആൻഡ് 2 ഇൻപുട്ട് ഉണ്ട്, ഓറിന് 2 ഇൻപുട്ട് ഉണ്ട്, നാൻഡ് 2 ഇൻപുട്ട് ഉണ്ട്. അപ്പൊ ആൻസർ ഈസ് നോട്ടാണ്. പക്ഷേ ബേസിക് ഗേറ്റ്സ് അറിയുമ്പോൾ ആൻഡ് ഓർ നോട്ടാണ്. ഇപ്പൊ ആൻസർ നാൻഡ് ആയിട്ട് എഴുതാം. നാൻഡ് ആയിട്ട് എഴുതുമ്പോൾ ബാക്കിയെല്ലാം ബേസിക് ഗേറ്റ്സ് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യാം. So explain different methods of different method of representing integers. We have 3 methods: sign and magnitude, ones complement, twos complement. Next question, -89. -89 സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡും ടൂസ് കോംപ്ലിമെന്റും ചോദിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് എത്ര ഉള്ളൂ? ആദ്യം ബൈനറി എഴുതാം. 10110001 ആണ്. 7 ബിറ്റ് ആണ്. 7 ബിറ്റ് ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ബിറ്റ് ഇട്ട് 8 ബിറ്റ് ആയി. നേരെ കാണാം സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്സ്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡിൽ -89 എന്ന് പറഞ്ഞാൽ സൈൻ ബിറ്റ് 1 ആവും. ഫസ്റ്റ് ബിറ്റിനെ പറയുന്ന പേരാണ് സൈൻ ബിറ്റ്, അത് 1 ആവും. ബാക്കിയൊക്കെ അതേപോലെ. യെസ്. എന്നാൽ ടൂസ് കോംപ്ലിമെന്റ് ചോദിക്കണമെങ്കിൽ, ടൂസ് കോംപ്ലിമെന്റ് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണടാ? വൺസ് കോംപ്ലിമെന്റ് കാണണം. വൺസ് കോംപ്ലിമെന്റ് ഓഫ് -89 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീപ്ലേസ് all 0/1 and 1/0. ഇപ്പൊ ആൻസർ എന്താ വരിക? 10100 എന്ന് വരും. അപ്പൊ ടൂസ് എങ്ങനെ കാണാം? ടൂസ് ഓഫ് -89 എന്ന് പറഞ്ഞാൽ വൺസിനോട് കൂടെ 1 ആഡ് ചെയ്താൽ മതി. 100 + 1 ആൻസർ ഈസ് 10100 സെറ്റ് അല്ലേ? സോ നെക്സ്റ്റ് വൺ, കൺവേർഷൻ, നോർമൽ കൺവേർഷൻസ് അതൊന്ന് സെറ്റാക്കണേ. സെറ്റാക്കിയാൽ അടിപൊളിയായി. കൺവേർഷൻ ഈസ് ഓവർ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ബേസിക് ലോജിക് ഗേറ്റ്സ്. ഏതൊക്കെ ലോജിക് ഗേറ്റ്സ് ആണല്ലേ?
ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. റെഡി അല്ലേ? ആൻഡ് മീൻസ് ഡി ആണ്, ഓർ മീൻസ് അല്ലെ ഈ സിമ്പിൾ ആണ്, ദെൻ നോട്ട് മീൻസ് ട്രയാങ്കിൾ ആണ്. രണ്ട് ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട്, രണ്ട് ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. കം ടു നെക്സ്റ്റ് വൺ. ഡ്രോ ദ ലോജിക് സർക്യൂട്ട്. സർക്യൂട്ട് വരക്കുമ്പോൾ ശ്രദ്ധിക്കണേ, എക്സ് പ്ലസ് വൈ സെറ്റ് ഓൾ ബാർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം എക്സ് ലൈൻ വരക്കാം, വൈ വരക്കാം, സെഡ് വരക്കാം. വരച്ചൂടെ? വൈ ഇൻറ്റു സെഡ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. വൈ ഇൻറ്റു സെറ്റ്, വൈ ഇൻറ്റു ആണ്, സോ വൈ ഇൻറ്റു സെറ്റ്, ഡി കൊടുക്കാം, വൈ ഇൻറ്റു സെറ്റ്. ദെൻ എന്ത് ചെയ്യണം? എക്സിനോട് ആഡ് ചെയ്യണം. എക്സിനോട് ആഡ് ചെയ്യണമെങ്കിൽ അത് നേരെ ഓർ ഗേറ്റിലേക്ക് പ്ലേസ് ചെയ്യാം. അപ്പൊ ആൻസർ ഈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ആയി. ഇതിനെ നോട്ടിലൂടെ കടത്തി വിട്ടാൽ ആൻസർ ഈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു സെഡ് ഓൾ ബാർ. ഇനി എക്സ് വൈയും നോ ആയിട്ട് എക്സ് വൈയുമായിട്ട് ആൻഡ് ചെയ്താൽ മതി. എക്സ് വൈയുമായിട്ട് ആൻഡ് ചെയ്യുക, എക്സും വൈയും ഇതാ രണ്ടു കൂടിയും ആൻഡ് ചെയ്താൽ മതി. ഇത് എക്സ് ആണ്. ദെൻ കം ടു വൈ. എവിടെ? ഇത് എക്സ് ആണ്, ഈ വരുന്നത് എക്സ് ആണ്. ദെൻ വൈ ഇവിടുന്ന് പ്ലേസ് ചെയ്യാം, ഇങ്ങോട്ട് കോപ്പി ചെയ്യാം. ദാ ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, രണ്ടു കൂടിയും ഇൻറ്റു ചെയ്താൽ ആൻസർ ഈസ് എക്സ് ഇൻറ്റു വൈ. ഫൈനൽ ഇത് രണ്ടു കൂടി എന്ത് ചെയ്യാം? ഓറിലൂടെ കടത്തി വിട്ടാൽ ആൻസർ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ആൻസർ കിട്ടും. Say De Morgan's law. എന്താ De Morgan's law? Break the line, change the sign എന്നാണ്. എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ എന്നാണ്. എന്നാൽ ഇതിന്റെ മറ്റൊരു സെക്ഷൻ എന്താ? ഡ്യുവൽ കാണുകയാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ ബാർ ഈക്വൽ ടു അല്ല എക്സ് ഇൻറ്റു വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്നാണ്. പോവാം. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റീപ്ലേസ് ഓൾ 0/1 ആൻഡ് 1/0. സിമിലർലി പ്ലസിനെ ഡോട്ട് ആക്കാം, ഡോട്ടിനെ പ്ലസ് ആക്കാം. ടാസ്ക് ഈസ് ഓവർ. യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗേറ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. നാൻഡ് ആൻഡ് നോർ ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്. എക്സ് ഇൻറ്റു വൈ ഓൾ ബാർ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഓൾ ബാർ. ഗേറ്റ് ഡി വരക്കാം, ഒരു റൗണ്ട് ഇട്ട് കൊടുക്കാം. നോറാണെങ്കിൽ അല്ലെ, നോറാണെങ്കിൽ റൗണ്ട് ഇടാം. ഓർ പ്ലസ് നോട്ട് ഈസ് കോൾഡ് നോർ. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം. സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. റെഡി? യെസ്. ചാപ്റ്റർ 1 and 2 ഈസ് ഓവർ. ദെൻ കം ടു ചാപ്റ്റർ നമ്പർ 3, കമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. പിടിച്ചോ. ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ ദ കമ്പ്യൂട്ടർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, രജിസ്റ്റർ ആണ്. 1 MB ഈക്വൽ ടു ഡാഷ് ബൈറ്റ്. 1 MB ഈക്വൽ ടു നമുക്കറിയാം 1024 GB ആണ് അല്ല, KB ആണ്. അപ്പൊ അഗെയിൻ ഒരു 1024 കൂടി കൊടുത്താൽ ദാറ്റ് ഈസ് ആൻസർ അല്ലെ. PCBന്റെ ഫുൾ ഫോം. PCB മീൻസ് എന്താ? മദർ ബോർഡിന്റെ ബോർഡാണ്. ദാറ്റ് ഈസ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. എന്നാ പിടിച്ചോ. MBR രജിസ്റ്റർ ആണ്. ഏത് രജിസ്റ്റർ? MBR മെമ്മറി ബഫർ രജിസ്റ്റർ ആണ്. മെമ്മറി ബഫർ രജിസ്റ്റർ. പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ഡാറ്റ പ്രോസസ്സിംഗ്. 6 സ്റ്റെപ്പ് പഠിക്കാം. ഏതൊക്കെ 6 സ്റ്റെപ്സ്? യെസ്. ഡാറ്റ പ്രോസസ്സിംഗ്, ക്യാപ്ചറിങ് അല്ലെ, ഡാറ്റ ക്യാപ്ചറിങ്, ഇൻപുട്ട്, പ്രോസസ്സ്, സ്റ്റോറേജ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. കൊടുക്ക്. അടുത്ത് നീഡ് ഡയഗ്രാം ഓഫ് ഫങ്ഷണൽ യൂണിറ്റ്. ഏതാ? 4. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU, മുകളിൽ മെമ്മറി. കൊടുക്കാം. നെക്സ്റ്റ് വൺ. കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻടു ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി. സ്കാനർ ഈസ് എ ഇൻപുട്ട് ആണ്, പ്ലോട്ടർ ഔട്ട്പുട്ട് ആണ്, മൗസ് ഇൻപുട്ട് ആണ്, ഹാർഡ് ഡിസ്ക് സ്റ്റോറേജ് ആണ്, DVD സ്റ്റോറേജ് ആണ്, മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, ഔട്ട്പുട്ട് ആണ്. ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. 5 ടൈപ്പ് രജിസ്റ്റേഴ്സ് ആണ്. MAR, MBR, IR, PC, അക്യുമുലേറ്റർ. കൊടുക്കാം. റാം വേഴ്സസ് റോം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റാം റോം എന്താ? റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഒൺലി മെമ്മറി. റീഡിങ്ങും റൈറ്റിങ്ങും നടക്കും. ഇത് റീഡ് ഒൺലി മാത്രമാണ് അല്ലേ. റീഡിങ് മാത്രമേ വെച്ചുള്ളൂ. പെർഫോമൻസ് ഡിറ്റർമിൻ ചെയ്യാനാണ്. ഇത് ബൂട്ടിംഗ് പ്രോഗ്രാം ആണ്. ആ രീതിയിൽ വോളറ്റൈലാണ്, നോൺ വോളറ്റൈലാണ്. വൃത്തിയിൽ പഠിക്കാം. ദെൻ കം ടു നെക്സ്റ്റ് വൺ. 3 ടൈപ്സ് ഓഫ് റോംസ്. 3 ടൈപ്പ് റോം ആണ്. പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. യെസ്. ഇ വേസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇ വേസ്റ്റിന്റെ ഡിസ്പോസൽ മെത്തേഡ്സ്: ഫോർ എലമെന്റ്, റീയൂസ്, റീസൈക്കിൾ, ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ്. പോവാം. നെക്സ്റ്റ് കേസ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 ലാംഗ്വേജ് പ്രോസസ്സർ. ഏതൊക്കെ 2 ലാംഗ്വേജ് പ്രോസസ്സർ? 3 ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ട്. അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ. അതിൽ 2 ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ബെസ്റ്റ് വൺ കമ്പൈലറും എഴുതാം, അതേപോലെ ഇന്റർപ്രറ്ററും എഴുതാം അല്ലെ. ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും അറ്റ് വൺസ്. അതാണ് കമ്പൈലർ. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേർട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ലോ ലെവൽ ലാംഗ്വേജ്. എങ്ങനെ? ബൈ ലൈൻ മെത്തേഡ്സ്. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്.
What are the major functions of operating system? Operating system in the 4 functions DFPM ആണ്. എന്താ DFPM? Device management, file management, process management and memory management. Set അല്ലേ? Last question. Freeware and shareware free ആയിട്ട് available ആണ്. Free software that anyone can download from the internet and use for free. Full free ആണെങ്കിൽ shareware ആണ്. അല്ല freeware ആണ്. എന്നാൽ limited versions മാത്രം available എങ്കിൽ that concept is called shareware. Come to chapter number 4. Principle of programming and problem solving. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഫ്ലോചാർട്ട് സിമ്പിൾ ആസ് 1 entry and 2 exit. ഒരു ഇൻപുട്സ് 2 ഔട്ട്പുട്സ് ദാറ്റ് ഈസ് ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ റോംബസ് എഴുതാം. ഡിസിഷൻ ആണ് അല്ലെങ്കിൽ റോംബസ് സിമ്പിൾ ആണ്, റോംബസ് ആണ്. വിച്ച് സിമ്പിൾ ഈസ് യൂസ്ഡ് ഫ്ലോചാർട്ട് ടു റെപ്രസെന്റ് ഡിസിഷൻ മേക്കിംഗ് ദാറ്റ് ഈസ് റോംബസ്. Explain 2 type of errors, programming errors. ഞാൻ 3 type error ആണ്: syntax error, logical error and runtime error. Runtime error. Draw a flowchart to print the sum of first n natural numbers. ആ n നമ്പേഴ്സിന്റെ ഫ്ലോചാർട്ട് വരക്കാൻ വളരെ സിമ്പിൾ ആണ്. 1 to n പഠിച്ച മക്കൾക്ക് സമ്മിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ എന്നുള്ള ഒരു പാരാമീറ്റർ കൊടുത്താൽ മതി. ദാറ്റ്സ് ഓൾ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? പക്ക. ആ പ്രിന്റ് ചെയ്യുന്നതിന് പകരം സം ഈക്വൽ സം പ്ലസ് ഐ എന്നുള്ള പാരാമീറ്റർ കൊടുത്താൽ മതി. വാട്ട് ആർ ദ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്? 7 ഫേസസ് ഉണ്ട്. 7 ഫേസസ് ഏതൊക്കെ? പ്രോബ്ലം എന്താന്നുള്ളത് മനസ്സിലാക്കുക, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അതിനുശേഷം അൽഗോരിതം ഫ്ലോ ചാർട്ട് വേണം. അൽഗോരിതം ഫ്ലോ ചാർട്ട് ചെയ്താൽ പ്രോഗ്രാം എഴുതണം. പ്രോഗ്രാം എഴുതുന്നതിന് പറഞ്ഞ പേരാണ് പ്രോഗ്രാം കോഡിംഗ്. മൂന്നാമത്തെ, ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിലായിരിക്കും, സിസ്റ്റത്തിന് മനസ്സിലാവില്ല. അതെന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്താൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിബഗ് ചെയ്യണം, ബഗ് കണ്ടെത്താൻ, എറർ കണ്ടെത്താൻ. ദെൻ ലാസ്റ്റ് വൺ ഈസ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. ഫൈനലി ഡോക്യുമെന്റേഷൻ. ടാസ്ക് ഈസ് ഓവർ. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഡോക്യുമെന്റേഷൻ. 2 ടൈപ്പ് ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അപ്പൊ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ, കോഡിന്റെ ഉള്ളിൽ എഴുതുന്ന റൈറ്റിംഗ് കമന്റ് ഇൻ സോഴ്സ് കോഡ്, ദാറ്റ് ഈസ് കോൾഡ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. എന്നാൽ യൂസർ മാനുവൽ ആയിട്ട് പുറമെ ഇതാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. റൈറ്റ് ആൻ അൽഗോരിതം ടു ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. സിമ്പിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻപുട്ട് 3 നമ്പേഴ്സ് വേണം. സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ആണ്. തേർഡ് സ്റ്റെപ്പ് സമ്മ് ഫൈൻഡ് ചെയ്യണം. സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ആവറേജ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? എ ബി ജി ഈക്വൽ ടു എ പ്ലസ് ബി അല്ലെങ്കിൽ സം ഡിവൈഡഡ് ബൈ 3. ജസ്റ്റ് പ്രിന്റ് ചെയ്യാം, ആൻസേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് സം കോമ ആവറേജ്, ഫൈനലി സ്റ്റോപ്പ്. സിമ്പിൾ സ്റ്റെപ്പാണ്. വാട്ട് ഈസ് എൻ അൽഗോരിതം? അൽഗോരിതം ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതുന്നതിനെ പറഞ്ഞ പേരാണ് അൽഗോരിതം. ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഫോർ ദ ഫോളോയിങ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ സ്റ്റാർട്ട് ഇതാണ് അല്ലെ, ഇൻപുട്സ് ഇതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. എസ് ഈക്വൽ എ പ്ലസ് ബി, എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ആവറേജ് ഫൈൻഡ് ചെയ്യണം. ആവറേജ് എ വി ജി ഈക്വൽ ടു എസ് ബൈ 3. പ്രിന്റ് എസ് ആൻഡ് ഫൈനലി സ്റ്റോപ്പ്. ഞാൻ എഴുതുന്നില്ല എന്നുള്ളൂ മക്കളെ, ഇത് കണക്ട് ചെയ്തുകൂടെ? യെസ്. നെക്സ്റ്റ്, differentiate between top down design and bottom up design. Top down എന്നതാ, a big problem is subdivided into different small sub problem. Each sub problem is called modules അല്ലെ, അതാണ് ടോപ്പ് ഡൗൺ. എന്നാ ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം കോൺസെപ്റ്റ് അടിയിൽ ഡെവലപ്പ് ചെയ്ത് കയറാം. അപ്പൊ ടോപ്പ് ഡൗൺ ഡിസൈനും ബോട്ടം അപ്പ് ഡിസൈനും. നെക്സ്റ്റ് സെക്ഷൻ ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജ് 4 അഡ്വാൻറ്റേജ്: ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് അനാലിസിസ്, എഫിഷ്യന്റ് കോഡിംഗ്, എഫക്റ്റീവ് സിന്തസിസ്. ഒരു പോയിന്റ് കൂടി വേണം, ക്യാരക്ടറിസ്റ്റിക്സ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം. അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ അൽഗോരിതത്തിന്റെ സ്റ്റെപ്സ് മസ്റ്റ് ബി ഫൈനൈറ്റ് ആണ്. ഇറ്റ് ആക്സെപ്റ്റ് സം ഇൻപുട്സ് അല്ലെ, ഇൻപുട്സ്. Then use variable for storing data and it always produces some outputs. Come to chapter number 5, introduction to C++. Programming സെക്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് വൺ, ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ തന്നെ 2 ടോപ്പിക്കേ ഉള്ളൂ, ക്യാരക്ടർ സെറ്റും അതേപോലെ ടോക്കണും. ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് ടോക്കൺ ആണ്. ഫൈൻഡ് ഔട്ട് ദ ഐഡന്റിഫയർ ഫോർ ദ ഫോളോയിങ്. ഐഡന്റിഫയർ സം സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പം 9AB ഇത് ഇൻവാലിഡ് ആണ്, ബിക്കോസ് സ്റ്റാർട്ടിങ് 9 പോസിബിൾ അല്ല. ABC അലൗഡ് ആണ്. 4 കീവേഡ് ആണ്, ഇപ്പം നോട്ട് അലൗഡ് ആണ്. അണ്ടർസ്കോർ XYZ പറ്റും. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഐഡന്റിഫയർ? ഈ കൂട്ടത്തിൽ ഐഡന്റിഫയർ അല്ലാത്തത് ഏതാ? സം ഐഡന്റിഫയർ ആണ്, മാർക്ക് ഐഡന്റിഫയർ ആണ്, ഇൻഡ് നോട്ട് ആൻ അല്ലെ, ബിക്കോസ് ഇൻഡ് ഈസ് എ കീവേഡ് ആണ്.
ദെൻ ആവറേജ് സ്കോർ ശരിയാണ്. ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ സച്ച്. നമ്മുടെ കീബോർഡിൽ, നമ്മുടെ കാൽക്കുലേറ്ററിൽ അല്ലെങ്കിൽ കീബോർഡിൽ ഏതൊക്കെ ടൈപ്പ് ലെറ്റേഴ്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, ഡിജിറ്റ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, വൈറ്റ് സ്പേസസ് ഉണ്ട്. വാട്ട് ആർ ദ റൂൾസ് ഫോർ നെയിമിംഗ് ഐഡന്റിഫയർ? ഒരു ഐഡന്റിഫയറിന് എന്തൊക്കെ റൂൾസുകളുണ്ട്? 6 റൂൾസ് ആണ്. ഒന്ന്, സ്പേസസ് ആർ നോട്ട് അലൗഡ്. Spaces are not allowed. Starting with the digits are not allowed. Symbols are not allowed. Keywords are not allowed. Capital and small letter are different and underscore treated as letter. Next, write the names of different type of literals. 4 type literals are ഏതൊക്കെ? 6, 6.0, 6, 6. ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. 4 ടൈപ്പ് ലിറ്ററൽസ്. ഒന്ന്, ഇൻഡിജർ ലിറ്ററൽ ആണ്. 2 പോയിന്റ് വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ഫ്ലോട്ടിംഗ് ലിറ്ററൽസ്. 6 ക്യാരക്ടർ ലിറ്ററൽ ആണ്, ക്യാരക്ടർ. ദെൻ ഡബിൾ കോട്ട് വന്നാൽ അതെന്തായി? സ്ട്രിംഗ് ലിറ്ററൽ. അപ്പൊ ഇതാരാ? ഞാനാരാ? ഇൻഡിജർ. സിംഗിൾ കോട്ട്സ് കണ്ടാൽ അതാരാ? ക്യാരക്ടർ. ഡബിൾ കോട്ട് കണ്ടാൽ സ്ട്രിംഗ്. 9.0 ദാറ്റ് ഈസ് ഫ്ലോട്ട്. ടാസ്ക് ഈസ് ഓവർ. കം ടു നെക്സ്റ്റ് വൺ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എം സിംഗിൾ കോട്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് എ ക്യാരക്ടർ ലിറ്ററൽ ആണ്. ക്യാരക്ടർ ലിറ്ററൽ ആണ്. ഡബിൾ കോട്ട് കണ്ടാൽ അതെന്ത് ലിറ്ററൽ ആടാ? സ്ട്രിംഗ് ലിറ്ററൽ ആണ്. സെറ്റ് ആണോ? റെഡി ആണോ? വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ഇടൂ അല്ലേ? യെസ്. നെക്സ്റ്റ്, ഡിഫൈൻ ദ ടോക്കൺ. ടോക്കൺ ഈസ് ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ പ്രോഗ്രാം. അപ്പൊ അത് ഡെഫിനിഷൻ ഓക്കെ. നെയിം എനി 4 ടോക്കൺസ്. അത് പഠിക്കാനുള്ള ഷോർട്ട് കട്ടാണ്. പൊളിക്കുന്നു പഠിക്കാം. ദാറ്റ് ഈസ് കീവേഡ്സ്, ഐഡന്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റർ, പങ്ക്ച്വേറ്റർ. ഐഡന്റിഫൈ ദ ടോക്കൺ ഇൻ ദ ഫോളോയിങ് കോഡ്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ട ടാസ്ക് ഓരോന്നിനെ പൊട്ടിക്കാം. ഇൻഡ് ഈസ് എ കീവേഡ് ആണ്. ഏജ് ഈസ് ആൻ ഐഡന്റിഫയർ ആണ്. ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്. 20 ഈസ് എ ലിറ്ററൽ ആണ്. ആൻഡ് ഫൈനലി സെമിക്കോളം ഈസ് എ പങ്ക്ച്വേറ്റർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്ലോട്ട്? സിമ്പിൾ ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ അത് കീവേഡ് ആണ്. ഡബിൾ കോട്ടിൽ ഫ്ലോട്ട് കണ്ടാൽ അതെന്തായി മാറി? അത് സ്ട്രിംഗ് ആണ്. യെസ്, സ്ട്രിംഗ് മീൻസ് അല്ലെങ്കിൽ ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ മതി. ലിറ്ററൽ. യെസ്. നെക്സ്റ്റ് വൺ, ചാപ്റ്റർ നമ്പർ 6. ഒരുപാട് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള അതിമനോഹരമായ ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ടെർണറി ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ. Conditional operator is called a ternary operator. Conditional operator. Size of float data type. Int, char, float, double void ആണ്. 5 fundamental data types ആണ്. അപ്പൊ ഏതാ? ഫ്ലോട്ടിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഡാഷ് ഈസ് ദ കീവേഡ് യൂസ്ഡ് ടു ഡിക്ലെയർ സിംബോളിക് കോൺസ്റ്റന്റ്. ഒരു എലമെന്റിനെ കോൺസ്റ്റന്റ് ആയി സെറ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് കോൺസ്റ്റ്. മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് കാസ്കാഡിംഗ് ഓപ്പറേറ്റർ. കാസ്കാഡിംഗ് എന്ന് പറയും. യെസ്, ഡാറ്റ ടൈപ്പ് ഡസ് നോട്ട് റിക്വയർ എനി മെമ്മറി സ്പേസ്. മെമ്മറിയെ വേണ്ട എങ്കിൽ അതിനെ പറയുന്ന പേരാണ് വോയിഡ് എന്ന് പറയും. നത്തിങ്, ഒന്നും വേണ്ട. കൺസിഡർ ദ വേരിയബിൾ. ഒരു വേരിയബിൾ തന്നിട്ടുണ്ട്. ആ വേരിയബിളിന്റെ നെയിം ഏതാ? എം ആണ്. മെമ്മറി സൈസ് ഏതാ? ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് ആയതുകൊണ്ട് 4 ആണ്. ആർ വാല്യൂ, എൽ വാല്യൂ, ആർ വാല്യൂ, 2 വാല്യൂ ഉണ്ട്. ആർ വാല്യൂ മീൻസ് കണ്ടന്റ് ആണ്. സോ കണ്ടന്റ് ഈസ് 2.5. അടുത്ത ക്വസ്റ്റ്യൻ, differentiate between equal to and double equal to. Equal to means it is a assignment operator ആണ്. അസൈൻമെന്റ് ആണ്. ഡബിൾ ഈക്വൽസ് എന്ന് പറഞ്ഞാൽ അത് എന്തോ ഓപ്പറേറ്റർ ആണ്? റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ഒന്ന് അസൈൻ ചെയ്യലാണ്, 2 ചെക്ക് ചെയ്യലാണ്. അറേഞ്ച് ദ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് സൈസ്. മെമ്മറി അടിസ്ഥാനത്തിൽ 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആണ്. ഇന്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ വോയിഡ്. മെമ്മറി അടിസ്ഥാനത്തിൽ എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതുന്നത് വോയിഡ് തന്നെയാണ്. 0 byte അല്ലെ? 0 byte. ദെൻ വേറെന്റേത് ക്യാരക്ടർ ആണ്. ക്യാരക്ടർ 1 byte ആണ്. ദെൻ ഇൻഡിജറിന് 4 byte. ദെൻ ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് അഗെയിൻ 4 byte ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡബിൾ ആണ്. എത്ര ബൈറ്റ്? 8 byte മെമ്മറി. റീറൈറ്റ് ചെയ്യാൻ ചോദിച്ചു. അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് അസൈൻമെന്റ് എഴുതണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം എലമെന്റ് വേണം. അന്നേരം ഇതിന് ആൻസർ എന്താ വരിക? എക്സ് ബൈ ഈക്വൽ ടു 2. രണ്ടാമത്തെ ആൻസർ y mod equal to 10. What is a variable? Variable is the named memory location. എന്താ? named memory location. That is variable. 2 values, L value എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. L value എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ വാല്യൂ, R value means content ആണ്. ടാസ്ക് ഈസ് ഓവർ. പോവാം. List the different type of modifiers. 4 ടൈപ്പ് മോഡിഫയേഴ്സ് ഉണ്ട്. ഷോർട്ട്, ലോങ്, സൈനഡ്, അൺസൈനഡ്.
ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ എന്നിട്ട് എഴുതേണ്ട ആ കോഡ് അതേപോലെ ഒന്ന് എഴുതി വെക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺവേർഷൻസ്, 2 ടൈപ്പ് കൺവേർഷൻസ് ആണ്. ഇംപ്ലിസിറ്റ് കൺവേർഷൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ്, ആൻഡ് അതേപോലെ മറ്റൊരു കൺവേർഷൻ ആണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 5/2. 5/2 ആൻസർ ഒരു ഡൗട്ടും വേണ്ട മക്കളെ, ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ ഡിവൈഡ് ബൈ ഇൻറ്റീജർ ആണ്. എന്നാൽ എക്സ്പ്ലിസിറ്റ് ആക്കണമെങ്കിൽ തൽക്കാലത്തിന് 5 ഫ്ലോട്ട് ആയിട്ട് ആക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്ലോട്ട് ഓഫ് 5 ഡിവൈഡ് ബൈ 2 ആൻസർ ഈസ് 2.5 ആണ്. ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻസ്. പോവാം. വാട്ട് ആർ ദ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്? 5 ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 5 എലമെന്റ്സ്: ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഓർത്ത് വെച്ചോ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ x++ഉം ++x ചോദിക്കുകയാണെങ്കിൽ x++ എന്നാൽ യൂസ് ദെൻ ചേഞ്ച് ആണ്, മറ്റത് ചേഞ്ച് ദെൻ യൂസ് ആണ്. അന്നേരം ആദ്യം എക്സിന്റെ വാല്യൂ 5 ആണ്, ആ 5 പ്രിന്റ് ചെയ്യും. സോ ദ ആൻസർ ഈസ് 5. ആദ്യം ഇവിടെ പ്ലസ് ആണ്. പ്ലസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 5 ഉള്ള 6 ആവും. ദെൻ യൂസ്, അപ്പോൾ ആൻസർ ഈസ് ഇവിടെ 6. കമന്റ്സ് ഏതൊക്കെ? 2 ടൈപ്പ് കമന്റ്, സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്, അതേപോലെ മൾട്ടിപ്പിൾ ലൈൻ കമന്റ് ഉണ്ട്. സിംഗിൾ ലൈൻ കമന്റ് പറഞ്ഞാൽ ഇതാ അങ്ങനെ വരക്കും. മൾട്ടിപ്പിൾ ലൈൻ കമന്റ്സ് പറഞ്ഞാൽ സ്ലാഷ് ഇടുക. നോൺ എക്സിക്യൂട്ടബിൾ പാർട്ട് ഓഫ് എ പ്രോഗ്രാം ഈസ് കോൾഡ് കമന്റ്സ്. എറർ ഫൈൻഡ് ചെയ്യാൻ ചോദിക്കാണ്. IO സ്ട്രീമിന്റെ സിന്റാക്സ് ഇവിടെ തെറ്റാണ്. ലെസ് ദാൻ ആണ്, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ വേണം. യൂസിങ് നെയിം സ്പേസ് ഓക്കെയാണ്, പക്കയാണ്. അപ്പൊ ഇവിടെ ഒരു മിസ്റ്റേക്ക്, ഇവിടെ ഒരു മിസ്റ്റേക്ക്. ഇൻറ്റ് മെയിൻ ഇവിടെ എക്സ്ട്രാ സെമിക്കോളൻ സെമിക്കോളം നോട്ട് അലൗഡ് ആണ്. N1, N2 ഇത് ഓക്കെയാണ്, പ്രശ്നമില്ല. പക്ഷേ സി ഔട്ടിന്റെ സിമ്പിൾ മാറി. സീന് ഇവിടെ കോമ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് എഴുതേണ്ടത്. സീൻ N1, N1, N2 കാസ്കാഡിംഗ് ആണ്. സമ്മിക്കൽ ഇത് പ്രശ്നമില്ല. സി ഔട്ട് സമ്മ് റിട്ടേൺ 0, ഇവിടെ സ്പേസ് ഇല്ല. So come to chapter number 7, control statements ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെ? സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്സ്, iteration statement and jump statement. First question, dash is an example of exit control loop. 2 ടൈപ്പ് ലൂപ്പ്, entry control loopും exit control loopും. entry control loopൽ for loopും while loopും. അപ്പോൾ exit control loop ആരാ? do while. Dash is used for skip എന്നുള്ള ഒരു വാക്ക് കണ്ടാൽ ഒന്നും നോക്കണ്ട, അത് കണ്ടിന്യൂ ആണ്. Dash is a take control out of the loop. ലൂപ്പിന്റെ പുറത്തേക്ക് ചാടണമെങ്കിൽ യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് ബ്രേക്ക് എന്ന് പറയും. Dash is a function. terminate എന്നുള്ള ഒരു വാക്ക് കണ്ടാൽ terminate അവസാനിക്കുക, എക്സിറ്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യാം. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഇതാണ് കണ്ടീഷൻ ഓപ്പറേറ്റർ. അതിന്റെ സിന്റാക്സ് കൂടി എഴുതിയാൽ അടിപൊളി. കണ്ടീഷൻ എഴുതുന്നു അല്ലെ, അതിന്റെ സിന്റാക്സ് എഴുതാം അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2. യെസ്, റീറൈറ്റ് മാച്ച് എഴുതണം. ഈ സ്റ്റേറ്റ്മെന്റിനെ എന്തുപയോഗിച്ചിട്ട് ഈഫ് എൽസിലേക്ക് മാച്ച് ചെയ്താൻ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് ഈഫ് എഴുതും. n mod 2 = 0 ആണെങ്കിൽ എന്ത് ചെയ്യുക? സി ഔട്ട്. എന്ത് സി ഔട്ട്? ഈവൻ എന്നുള്ള പ്ലേസ് ചെയ്യും. അതേപോലെ അല്ല എങ്കിൽ സി ഔട്ട് ഏത് നമ്പറാടാ? ഓഡ് നമ്പർ. യെസ്, ടാസ്ക് ഈസ് ഓവർ. സിന്റാക്സ് ഓഫ് സ്വിച്ച് അടിപൊളിയായിട്ട് അതിന്റെ സിന്റാക്സ് വൃത്തിയിൽ പഠിച്ചു വെക്കാം. സ്വിച്ച് എഴുതും, കണ്ടീഷൻ എഴുതും, എഴുതേണ്ടതൊക്കെ എഴുതും. കേസ് വാല്യൂ അല്ലെ, കേസ് വാല്യൂ ബ്രേക്ക്. റീറൈറ്റ് ദ ഫോളോയിങ് യൂസിങ് സ്വിച്ച്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിലുള്ള കോമൺ പാരാമീറ്റർ സ്വിച്ച് ഡിജിറ്റ് എന്നുള്ളതാണ് കോമൺ പാരാമീറ്റർ. ഇവിടെ ഡിജിറ്റ് ഉണ്ട്, എഴുതാം. കേസ് എന്തൊക്കെ കേസ്? ഫസ്റ്റ് വാല്യൂ 1 ആണ്. 1 ആണെങ്കിൽ ആ സി ഔട്ട് 1 എന്നുള്ള പ്രിന്റ് ചെയ്യാം. ആ 1 പ്രിന്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക്. അതേപോലെ അടുത്ത കേസ് എഴുതാം, കേസ് 0 എഴുതേണ്ടത് എഴുതാം. ദെൻ ഡീഫോൾട്ട്. ഇതൊന്നുമല്ലെങ്കിൽ ജസ്റ്റ് പ്രിന്റ് ബൈനറി അല്ലെ, നോട്ട് എ ബൈനറി. റീറൈറ്റ് ചെയ്യാൻ മാറ്റി എഴുതണം. ഈ ഒരു പ്രോഗ്രാമിനെ ഫോർ ലൂപ്പിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ ഫോർ i int i = 1 ഇങ്ങനെ കൊടുത്താൽ എന്ത് കഴിഞ്ഞു? i = 1 കഴിഞ്ഞു. ദെൻ വൈൽ കണ്ടീഷൻ ആണ്. എന്താ കണ്ടീഷൻ? i less than n. അപ്പോൾ അതും കഴിഞ്ഞു അല്ല, i less than n കഴിഞ്ഞു. ദെൻ എന്താ ചെയ്യുന്നത്? സോറി. യെസ്, എന്നാൽ ഇനി അടുത്ത സെക്ഷൻ എന്താ? സി ഔട്ട് ആയി എന്നാണ്. അപ്പം ആ ബോഡി അതേപോലെ എഴുതാം, സി ഔട്ട് ഐ. ഇവിടെ ക്ലോസ് ചെയ്യാം, i++. ദിസ് ഈസ് അല്ലെ, ദാറ്റ്സ് ഓൾ. ഈ ഒരു പ്രോഗ്രാമിനെ ഡു വൈൽ ലൂപ്പിലേക്ക് മാറ്റാൻ അതേ രീതിയിൽ തന്നെ ആ എക്സാമിനെ ഫേസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കമ്പയർ. ഷുവർ കട്ട് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. LC ബ്ലാഡറും സ്വിച്ചും നമ്മളെ കമ്പാരിസൺ 4 പോയിന്റ്സ് എങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. യെസ്, give any 2 jump statements, break and continue. അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ ലൂപ്പ് ഇട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. i = 1, i less than 10, i++. ഇതാണ് ബെസ്റ്റ് അല്ലെ. ഈഫ്
ഇഫ് ഐ ഈക്വൽ ടു 5 ആണെങ്കിൽ ഉടനെ ബ്രേക്ക് കൊടുക്കാം. ബ്രേക്ക് സി ഔട്ട് ഐ അല്ലെ. ബ്രേക്ക് വരുമ്പോൾ 1 2 3 4 എത്തുമ്പോൾ ബ്രേക്ക് ആവും. ഈ ബ്രേക്കിന്റെ സ്ഥാനത്ത് ഇവിടെ കണ്ടിന്യൂ ആണെങ്കിൽ സ്കിപ്പ് ആവുക ചെയ്യുക. 1 2 3 4 6 7 8 9 10. അപ്പൊ മൈൻഡിൽ ഓർത്ത് വെച്ചോ, സ്കിപ്പാണ്. ചാപ്റ്റർ 8 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ അറേ. അറേന്റെ ഡെഫിനിഷൻ ഏതാണ്? അറേ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ് റെഫറൻസ് അണ്ടർ സിംഗിൾ നെയിം ആണ്. ഡിക്ലെയർ ചെയ്യാൻ ചോദിച്ചു. അറേ വിത്ത് 10 integers ഇൻറ്റ് എ ഓഫ് 10 ആണ്. വാട്ട് ഈസ് ദ മെമ്മറി സൈസ് ഓഫ് അറേ 10 അല്ലെ? അപ്പൊ 10 into 4 ആൻസർ ഈസ് 40. ആ 4 ഇവിടുന്ന് വന്ന ഇൻഡിജറിന്റെ മെമ്മറി 4 ആണ്. ഫ്ലോട്ട് ആവറേജ് ഓഫ് 10 അതും എന്താണ്? 10 into 4 അല്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താ ചോദ്യം? വാട്ട് ഈസ് ദ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഓഫ് അറേ? അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അതുകൊണ്ട് തന്നെ 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇൻഡെക്സ് ലാസ്റ്റ് എലമെന്റ് ഇൻഡെക്സ് അവിടെ ഉണ്ടാവുക 0 to 9 ആണ് ഉണ്ടാവുക. അപ്പൊ ലാസ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഈസ് 9. വേരിയസ് ഓപ്പറേഷൻസ് 3 ഓപ്പറേഷൻസ് ആണ്. ഇൻസേർഷൻ, traversal. First one is traversal, second one is sorting, then third one is searching. അല്ലെ? സോർട്ടിങ്, ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട് ഉണ്ട്. അറേ ഇങ്ങനെ തന്നെ അതിന്റെ എ ഓഫ് 1 പ്ലസ് എ ഓഫ് 3, ഇത് 0, ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്. അപ്പൊ എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആരാ? 4. എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ആരാ? 9. 4 + 9 ആൻസർ ഈസ് 13. അതേപോലെ C++ എഴുതാൻ, ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ, ഈ എലമെന്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ, ഡിസ്പ്ലേന്റെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും, അറേയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഫോർ ലൂപ്പ് i = 0, i < 50, i++. റെഡി അല്ലേ? സി ഔട്ട് എ ഓഫ് ഐ. ടാസ്ക് ഈസ് ഓവർ. ബബിൾ സോർട്ടിന്റെ ടെക്നിക്ക്, പാസ് 1. എത്ര? 5 നമ്പേഴ്സ് ആണ്. അപ്പൊ പാസ് 4 പാസ് ഉണ്ടാവും അല്ലെ? പാസ് 1, പാസ് 2, പാസ് 3, പാസ് 4. അഡ്ജസന്റ് നമ്പർ തമ്മിലുള്ള കമ്പാരിസൺ ഇങ്ങനെ ചെയ്ത് നോക്കാം. അതേപോലെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ സെർച്ചും ബൈനറി സെർച്ചും 4 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. 4 പോയിന്റ്സ്. എലമെന്റ്സ് ആർ സോർട്ടഡ് ഓർഡറിലാണ്. ലീനിയർ സെർച്ച് കേട്ടോ, ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച്. എലമെന്റ്സ് ആർ നോട്ട് ഇൻ സോർട്ടഡ് ഓർഡർ, ഇത് സോർട്ടഡ് ഓർഡർ ആണ്. ഇത് വെരി അല്ലെ, ഇറ്റ് ടേക്സ് മോർ ടൈം, ഇത് ലെസ് ടൈം ആണ്. ഇത് എല്ലാ നമ്പേഴ്സും വിസിറ്റ് ചെയ്യും. ഇത് ബൈനറി സെർച്ച് ആണെങ്കിൽ നെവർ വിസിറ്റഡ് ഓൾ എലമെന്റ്സ്. ലാസ്റ്റ് വൺ ഈസ് suitable when array is small, suitable when array is big. The last one സ്ട്രിങ് ആണ്. എ സ്ട്രിങ് ഈസ് ടെർമിനേറ്റഡ്. എല്ലാ സ്ട്രിങ്ങും അവസാനിക്കുന്നത് എന്ത് വെച്ചിട്ടാ? നൾ ക്യാരക്ടർ. എന്താടാ? നൾ ക്യാരക്ടർ. പ്രെഡിക്റ്റ് ഔട്ട്പുട്ട്സ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ വരുള്ളൂ? ഹാപ്പിയാ വരിക. കാരണം ഞാൻ യൂസ് ചെയ്തത് സീനാണ്. അപ്പൊ സീനിനെ ഓവർകം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗെറ്റ്സ്. സീനിൽ സ്പേസ് കണ്ടാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. വന്ദേ മാതരം, ആൻസർ ഈസ് വന്ദേ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പിയേ വരുള്ളൂ. അതേമാതിരി ഹാപ്പി ക്രിസ്മസ്, ഹാപ്പിയേ വരുള്ളൂ. കാരണം സ്പേസ് കണ്ടാൽ സ്പേസ് ഓർ എൻ്റർ ഈസ് ദ ഡീലിമിറ്റർ. എന്താടാ? ഡീലിമിറ്റർ. സ്പേസ് ഓർ എൻ്റർ ഈസ് ദ ഡീലിമിറ്റർ ഓഫ് സീൻ. അത് ഒഴിവാക്കാൻ ഗെറ്റ്സ് ഉപയോഗിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗെറ്റ്സ് ആൻഡ് പുട്സ്? ഗെറ്റ്സ് ഈസ് എ ഇൻപുട്സ് എ സ്ട്രിങ് ആണ്. ഇൻപുട്ട് സ്ട്രിങ് ആണ്. പുട്സ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേ എ സ്ട്രിങ് ആണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പം ഒരു പെട്ടെന്ന് ക്യുക്കായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നമ്മുടെ കയ്യിലെത്തി. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടാവും അല്ലേ? ഇനി ബാക്കിയുള്ളത് ഇന്നത്തെ ലൈവിൽ നമുക്ക് സെറ്റാക്കാം. ഇന്ന് ഈവനിങ് 7 o'clock നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. താങ്ക് യു.